ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ എന്ന ഫസ്റ്റ് യൂണിറ്റിലെ കളക്ട് ആൻഡ് ഡിജിറ്റൈസ് ദ ഡാറ്റ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗങ്ങൾ: ഡാറ്റ കളക്ഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ കളക്ഷൻ, advantages of data collection, applications of data collection in real life, handwritten data and digital data, advantages of digital data, digitization of handwritten data എന്നിവ ആണ്. What is data collection? Data collection അഥവാ ഡാറ്റ ശേഖരണം. Data collection is the process of gathering and measuring data for information. വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അളക്കുന്നതിനും ഉള്ള ഒരു പ്രക്രിയ ആണ് ഡാറ്റ ശേഖരണം. ഇനി ഡാറ്റ കളക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം. ഡാറ്റ കളക്ഷൻ ഈസ് ആൻ ഇനിഷ്യൽ കമ്പോണന്റ് ഓഫ് എനി പബ്ലിക് ആക്ടിവിറ്റി സച്ച് ആസ് കണ്ടക്ഷൻ ഓഫ് എക്സാമിനേഷൻ, അഡ്മിഷൻ പ്രോസസ് ഇൻ സ്കൂൾ ആൻഡ് കോളേജസ്, ഓപ്പണിംഗ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ഇൻ എ ബാങ്ക്, അപ്ലൈയിങ് ഫോർ എ പോസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഗെറ്റിംഗ് ലോൺ ഫ്രം എ ബാങ്ക് ആൻഡ് എൻറോളിംഗ് ഫോർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്. ഒരു എക്സാം നടത്തുമ്പോഴും സ്കൂളിലും കോളേജിലും അഡ്മിഷൻ നടത്തുമ്പോഴും ഒരു ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങുമ്പോഴും ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും ബാങ്കിൽ ലോണിന് അപേക്ഷിക്കുമ്പോഴും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുമ്പോഴും ഒക്കെ ആദ്യം ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. +1 അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി VHS CAP എന്ന സോഫ്റ്റ്വെയറിൽ ആദ്യം തന്നെ ഓരോ കുട്ടിയുടെയും ഡാറ്റയായ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അവരുടെ ജോലി, ജാതി, SSLC പരീക്ഷയ്ക്ക് ലഭിച്ച ഗ്രേഡ് എന്നിവ ആദ്യം നൽകുന്നു. ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നു. മുൻപ് ആപ്ലിക്കേഷൻ ഫോമുകൾ വഴിയാണ് ഡാറ്റ കളക്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വിവിധ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഡാറ്റ കളക്ഷൻ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് സെല്ലിംഗ് ഓഫ് എ പ്രോഡക്റ്റ്, ലോഞ്ചിങ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്, ലോഞ്ചിങ് ബിൽഡിംഗ് പ്രോജക്ട്സ് ആൻഡ് പോപ്പുലറൈസേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. ഡാറ്റ കളക്ഷൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനും ഉപയോഗിക്കുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് കൂടുതൽ വിൽക്കുന്നതിനും പുതിയ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽപ്പന തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ പുതിയ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും ഒക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഡാറ്റ കളക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ആധാർ കാർഡ്, പാസ്പോർട്ട്, ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എക്സെട്ര. ആധാർ കാർഡ്, ID കാർഡ്, പാസ്പോർട്ട് എന്നിവ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ്റെ പ്രാധാന്യം. നോർമലി ദ ഡാറ്റ ഈസ് കളക്റ്റഡ് ടു ഗെറ്റ് ആൻസേഴ്സ് ഫോർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാവ് ബീൻ റേസ്ഡ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എക്സാമിനേഷൻ ബോർഡ് വിൽ കളക്ട് ദ സ്റ്റുഡൻറ് ഇൻഫർമേഷൻ സോ ദാറ്റ് they know how many students are appearing or taking examinations. Depending on the number of students, the board need to make arrangements for exam. അതായത് ഇപ്പോൾ +1 പബ്ലിക് എക്സാം നടത്താൻ പരീക്ഷാ ബോർഡ് തീരുമാനിച്ചു. അപ്പോൾ ആദ്യം തന്നെ എഴുതുന്ന കുട്ടികളുടെ എണ്ണം ശേഖരിക്കും. ഈ കുട്ടികളുടെ എണ്ണത്തിന് അനുസരിച്ച് പരീക്ഷാ നടത്തിപ്പിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടക്കാൻ സാധിക്കും. അതായത് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ എണ്ണം, ആൻസർ ഷീറ്റുകളുടെ എണ്ണം, ക്ലാസ് റൂമുകളുടെ എണ്ണം, പരീക്ഷാ നടത്തിപ്പിന് വേണ്ട അധ്യാപകരുടെ എണ്ണം എന്നിവ ഇതിൽ നിന്നും തയ്യാറാക്കാൻ കഴിയും. A company or business will collect the data to measure the popularity of their product or service. കമ്പനികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ പ്രോഡക്ട്സ്, സർവീസസ് ജനങ്ങളിൽ പ്രസിദ്ധി നേടിയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണോ എന്ന് അറിയുന്നതിനായി ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്.
Also, whenever company decides to launch a new product, when the requirement of such new product is measured through the data collection. ഒരു കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് വിൽപ്പന തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആദ്യം തന്നെ ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യും. The deficiencies or limitations of existing services can be overcome only through collection of data. നിലവിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ എന്തെങ്കിലും കുറവുകളോ പരിമിതികളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഡാറ്റ കളക്ഷൻ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ? Answers to the questions faced by the organization can be obtained through data collection. ഒരു സ്ഥാപനം നേരിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നു. നെക്സ്റ്റ്, improvement in the existing services or products can be achieved through data collection. നിലവിലുള്ള പ്രോഡക്റ്റ്, സർവീസസ് എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. Extension of existing services is possible through data collection. ഇതിലുള്ള സേവനങ്ങളുടെ കൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അഡീഷണൽ സർവീസസും കൊടുക്കാൻ കഴിയുന്നു. Successful launching of new product or services is achieved through the data collection of such requirements. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി പുതിയ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസുകൾ തുടങ്ങുവാൻ ഡാറ്റ കളക്ഷനിലൂടെ സാധിക്കും. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ ഇൻ റിയൽ ലൈഫ്. ഡാറ്റ കളക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റ ഈസ് കളക്റ്റഡ് ഇൻ ഹോസ്പിറ്റൽസ് ടു ഓഫർ ട്രീറ്റ്മെൻറ്റ്. ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആളിനെക്കുറിച്ചും ആളിൻ്റെ അസുഖത്തെക്കുറിച്ചുമുള്ള ഡാറ്റ ആദ്യം തന്നെ കളക്ട് ചെയ്യുന്നു. ഡാറ്റ ഈസ് കളക്റ്റഡ് ബൈ ദ സ്കൂൾ ഓർ കോളേജസ് ഫോർ ഗെറ്റിംഗ് അഡ്മിഷൻ. അഡ്മിഷന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഡാറ്റ ആദ്യം തന്നെ കളക്ട് ചെയ്യുന്നു. ബാങ്ക് ഓൾസോ കളക്ട് ദ യൂസർ ഡാറ്റ ഫോർ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്. ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. Government collects the data of citizens to issue the Aadhaar card, passport, ID card, driving license, etc. ആധാർ കാർഡ്, ID കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ കൊടുക്കുമ്പോൾ ഗവൺമെൻറ് ഓരോ ആളുകളുടെയും ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഓർഗനൈസേഷൻസ് കളക്ട് ദ ഡാറ്റ ഓഫ് ദെയർ എംപ്ലോയീസ്. ഓരോ സ്ഥാപനങ്ങളും അവരുടെ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. നെക്സ്റ്റ് ഈസ് ഹാൻഡ് റിട്ടൺ ഡാറ്റ. റൈറ്റിംഗ് ഡാറ്റ ഇൻ അവർ ഓൺ ഹാൻഡ് റൈറ്റിംഗ് ഈസ് കോൾഡ് ഹാൻഡ് റിട്ടൺ ഡാറ്റ. നമ്മുടെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതുന്ന ഡാറ്റയെ ഹാൻഡ് റിട്ടൺ ഡാറ്റ എന്ന് വിളിക്കുന്നു. There are chances that the handwritten data is being misread or misinterpreted. This is because the handwriting style of individual is different. നമ്മുടെ ഹാൻഡ് റിട്ടൺ ഡാറ്റയെ തെറ്റായി വായിക്കാനോ വ്യാഖ്യാനിക്കാനോ സാധ്യതയുണ്ട്. കാരണം ഓരോ വ്യക്തിയുടെയും കൈയക്ഷരം വ്യത്യസ്തമാണ്. സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് റീഡബിൾ ഓൾസോ. ചിലപ്പോൾ അത് വായിക്കാനും കഴിയില്ല. ഡിജിറ്റൽ ഡാറ്റ. ഡിജിറ്റൽ ഡാറ്റ എന്താണെന്ന് നോക്കാം. Digital data is information stored on a computer system as a series of zeros and ones in a binary language. ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ സൂക്ഷിച്ചിരിക്കുന്നത് പൂജ്യങ്ങളും ഒന്നുകളും വരികളായിട്ടാണ്. ഈ രീതിയിലുള്ള ഡാറ്റയെയാണ് ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷ എന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. ഈ ലാംഗ്വേജിൽ ഡാറ്റ നമ്മൾ സീറോസും വൺസും ആയി റെപ്രസെൻറ്റ് ചെയ്യുന്നു. എ സിംഗിൾ സീറോ ഓർ വൺ ഈസ് കോൾഡ് എ ബിറ്റ്. ഒരു സീറോയെ അല്ലെങ്കിൽ ഒരു വണ്ണിനെ നമ്മൾ ബിറ്റ് എന്നാണ് പറയുന്നത്. ഓൾ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ഡിജിറ്റൽ ഡാറ്റ. എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളും ഡിജിറ്റൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. Examples of digital devices include computers or laptops, mobile phone, MP3 player, digital camera, etc.
കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, MP3 പ്ലെയർ, ഡിജിറ്റൽ ക്യാമറ എന്നിവ ഡിജിറ്റൽ ഡിവൈസുകൾക്ക് ഉദാഹരണം ആണ്. കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ സൂക്ഷിക്കുന്ന ഫോട്ടോസ്, ഡോക്യുമെന്റ്സ്, മെസ്സേജസ്, ഇമെയിലുകൾ, വീഡിയോകൾ, ഓഡിയോ ഫയലുകൾ എന്നിവ ഡിജിറ്റൽ ഡാറ്റ ആയിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ഹാൻഡ് റിട്ടൺ ഡാറ്റ വേഴ്സസ് ഡിജിറ്റൽ ഡാറ്റ. ഹാൻഡ് റിട്ടൺ ഡാറ്റയും ഡിജിറ്റൽ ഡാറ്റയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. Digital technology enables the storage of massive amounts of information in relatively small spaces. ഡിജിറ്റൽ ഡാറ്റ കുറഞ്ഞ സ്പേസിൽ വളരെയധികം ഡാറ്റ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ഡിജിറ്റൽ ഡാറ്റ ഡു നോട്ട് റിക്വയർ എനി പേപ്പർ. ഡിജിറ്റൽ ഡാറ്റയ്ക്ക് പേപ്പറിൻ്റെ ആവശ്യമില്ല. ഡിജിറ്റൽ ഡാറ്റ കണ്ടെയ്ൻസ് ആട്രിബ്യൂട്ട്സ് ലാക്കിംഗ് ഇൻ പേപ്പർ ഡോക്യുമെൻറ്റ്സ്. പേപ്പർ ഡോക്യുമെൻറ്റ്സിൽ ഇല്ലാത്ത ആട്രിബ്യൂട്ട്സ് ഡിജിറ്റൽ ഡാറ്റയിൽ നമുക്ക് ഉണ്ടാകും. എക്സാമ്പിൾ മെറ്റാ ഡാറ്റ, ഡാറ്റ എബൌട്ട് ഡാറ്റ. ഡാറ്റയെ കുറിച്ചിട്ടുള്ള ഡാറ്റയാണ് മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡോക്യുമെന്റ് ക്രിയേഷൻ ഡേറ്റ്, ലാസ്റ്റ് ആക്സസ് ഡേറ്റ്. ഉദാഹരണമായി കമ്പ്യൂട്ടറിൽ ഒരു വേർഡ് ഡോക്യുമെന്റിൽ ഡാറ്റ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുകയാണെങ്കിൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, അവസാനമായി ഡോക്യുമെന്റ് ഉപയോഗിച്ച ഡേറ്റ്, ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത ആളിൻ്റെ പേര് എന്നിങ്ങനെയുള്ള ഡാറ്റ ഈ ഡോക്യുമെന്റിന്റെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എടുത്താൽ ലഭിക്കും. എന്നാൽ ഒരു ഹാൻഡ് റിട്ടൺ ഡാറ്റയിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ഡിജിറ്റൽ ഡാറ്റ ഈസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് ആക്യുറേറ്റ് ദാൻ ഹാൻഡ് റിട്ടൺ ഡാറ്റ. ഡിജിറ്റൽ ഡാറ്റ ഹാൻഡ് റിട്ടൺ ഡാറ്റയേക്കാൾ കൂടുതൽ കാര്യക്ഷമവും കൃത്യതയും ഉണ്ട്. ഡിജിറ്റൽ ഡാറ്റ ക്യാൻ ബി ഈസിലി സെർച്ച്ഡ്, മോഡിഫൈഡ്, ക്യാരീഡ്, കോപ്പീഡ്, ട്രാൻസ്ഫേർഡ് എക്സെട്ര. കമ്പ്യൂട്ടറിൽ ഫയലുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ്. ഫയലിൽ ഉള്ള ഡാറ്റയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നിലവിൽ ഉള്ള ഡാറ്റയെ ചേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പുതിയതായി ഡാറ്റ കൂട്ടിച്ചേർക്കാനും സാധിക്കും. ഡിജിറ്റൽ ഡാറ്റ ക്യാൻ ബി ക്യാരീഡ്. ഡിജിറ്റൽ ഡാറ്റയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പെൻഡ്രൈവ്, CD, DVD എന്നിവ ഉപയോഗിച്ച് ഡാറ്റയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഡിജിറ്റൽ ഡാറ്റ ക്യാൻ ബി കോപ്പീഡ്. ഡിജിറ്റൽ ഡാറ്റയുടെ പകർപ്പുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഡിജിറ്റൽ ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. ഡിജിറ്റൽ ഡാറ്റയെ എളുപ്പത്തിൽ കൈമാറാൻ സാധിക്കും. ഇൻ്റർനെറ്റ് സംവിധാനമുള്ള കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പ്, ഇമെയിൽ വഴി ഡിജിറ്റൽ ഡാറ്റയെ എളുപ്പത്തിൽ മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കും. ഡിജിറ്റൽ ഡാറ്റ ലാസ്റ്റ് ലോങ്ങർ ദാൻ ഹാൻഡ് റിട്ടൺ ഡാറ്റ. ഡിജിറ്റൽ ഡാറ്റ ഹാൻഡ് റിട്ടൺ ഡാറ്റയേക്കാൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കും. ഡിജിറ്റൽ ഡാറ്റ മേ ഇൻക്ലൂഡ് ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് എക്സെട്ര which cannot be included in handwritten data. ഡിജിറ്റൽ ഡാറ്റയിൽ ഇമേജുകൾ അല്ലെങ്കിൽ ഫോട്ടോസ്, ഓഡിയോ ഫയലുകൾ, വീഡിയോ ഫയലുകൾ എന്നിവ ഉൾപ്പെടുത്താം. എന്നാൽ ഇവയെല്ലാം ഹാൻഡ് റിട്ടൺ ഡാറ്റയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നെക്സ്റ്റ് ഈസ് ഡിജിറ്റൈസേഷൻ ഓഫ് ഹാൻഡ് റിട്ടൺ ഡാറ്റ. ഒരു ഹാൻഡ് റിട്ടൺ ഡാറ്റയെ ഡിജിറ്റൽ ഡാറ്റ ആക്കി മാറ്റുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, typing the data. Enter data manually in a computer by typing. ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ ഡാറ്റ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കുക. അതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഈസ് സ്കാനിങ് ദ ഡോക്യുമെന്റ്സ്. സ്കാനർ ഡിവൈസുകൾ ഉപയോഗിച്ച് ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്ത് ഇമേജ് ഫയലായിട്ടോ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആയിട്ടോ സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാം. കൂടാതെ വിവിധ സ്കാനിംഗ് മൊബൈൽ ആപ്ലിക്കേഷനുകളും സ്കാനിങ്ങിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോണുകളിൽ ലഭ്യമാണ്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് യൂസിങ് ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ. ഹാൻഡ് റൈറ്റിങ്ങിനെ തിരിച്ചറിഞ്ഞ് ഡിജിറ്റൽ ഡാറ്റ ആക്കി മാറ്റാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സോഫ്റ്റ്വെയറുകൾ എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ടെക്നോളജി ആണ്.
ഈ ടെക്നോളജി ഉപയോഗിച്ച് ഹാൻഡ് റിട്ടൺ ഡാറ്റ, ടൈപ്പ്ഡ് ഡാറ്റ, സ്കാൻഡ് ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്നിവയെ ടെക്സ്റ്റ് രൂപത്തിലുള്ള ഡിജിറ്റൽ ഡാറ്റ ആക്കി മാറ്റാൻ കഴിയും. ഇതിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളെക്കുറിച്ചും സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടാം. OCR പെൻ ഡിവൈസ് ഇതൊരു ഡിവൈസാണ്. ഇവ ഉപയോഗിച്ച് നമുക്ക് പ്രിന്റഡ് ബുക്കിലെ ടെക്സ്റ്റിനെ ഡിജിറ്റൽ ഡാറ്റ ആക്കി മാറ്റാൻ സാധിക്കും. ഇതായി സ്മാർട്ട് ഫോണുകളിൽ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് കീബോർഡ് ലഭ്യമാണ്. ഇത് ഹാൻഡ് റൈറ്റിംഗ് ടെക്സ്റ്റിനെ ഇംഗ്ലീഷ് വേർഡ്സ്, മലയാളം വേർഡ്സ്, അതുപോലെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ആക്കി മാറ്റാവുന്നതാണ്. അടുത്തത് ഗൂഗിൾ ലെൻസ് പോലെയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഹാൻഡ് റിട്ടൺ ഡാറ്റയെ ടെക്സ്റ്റ് ആക്കി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഹാൻഡ് റൈറ്റിംഗ് കീബോർഡ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഒരു പെൻ ഉപയോഗിച്ച് സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയാൽ അതിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത ടെക്സ്റ്റ് ഇമേജിനെ ടെക്സ്റ്റ് ഡിജിറ്റൽ ഡാറ്റയാക്കി മാറ്റാൻ കഴിയും. ഇതൊക്കെ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങൾ ആണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ എഴുതി ടീച്ചേഴ്സിന് അയച്ച് കൊടുക്കുക. താങ്ക് യു.